ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്താ ഈ കഴിഞ്ഞ ക്ലാസ്സിലെ ആംഗിൾസിനെ കുറിച്ചുള്ള ധാരണയായോ കുറച്ച്? അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ആംഗിൾസ് ഒന്നുകൂടി. ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ആൻ ആംഗിൾ ഈസ് ഫോംഡ്. രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ ആ ബിന്ദുവിൽ ഒരു കോൺ ഉണ്ടാകുന്നു. കോൺ അളക്കാനുള്ള ഉപകരണം പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി. കോൺ അളക്കാനുള്ള യൂണിറ്റ് അഥവാ മെഷർ എന്താണ്? ഡിഗ്രി. 3 തരത്തിലുള്ള കോണുകളാണ് പ്രധാനമായിട്ടും പഠിച്ചത്. ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ, അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ, റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ. ഒബ്റ്റ്യൂസ് ആംഗിൾ മീൻസ് ഇറ്റ്സ് മെഷർ ഈസ് മോർ ദാൻ 90 ഡിഗ്രി. ബൃഹത് കോണിന്റെ അളവ് 90 ഡിഗ്രിയേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. അക്യൂട്ട് ആംഗിൾ its measure is always less than 90 degree. ന്യൂനകോൺ എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള കോണളവുകളെ പറയുന്ന പേരാണ് ന്യൂനകോൺ. മട്ടകോൺ റൈറ്റ് ആംഗിൾ its measure is exactly 90 degree. 90 ഡിഗ്രി അളവുള്ള കോണാണ് മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ. ഈ തന്നിരിക്കുന്ന കോണുകളൊക്കെ നമുക്ക് ചിത്രം തന്നാൽ ഇത് ഏത് കോണാണ്, ഏത് രീതിയിലാണ് പെടുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന് അനുബന്ധമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കണക്കുകൾ കുറച്ച് തന്നിരുന്നു. അതൊക്കെ ചെയ്തു എല്ലാവരും? കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു എന്ത്? പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി ഉപയോഗിച്ച് എങ്ങനെയാണ് തന്നിരിക്കുന്ന കോണിനെ അളവ് എഴുതുക, മെഷർ എഴുതുക എന്നുള്ളത് നമ്മൾ ഒന്ന് പഠിച്ചു. എന്നാലും മുഴുവനായിട്ട് ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ഹൗ വി ക്യാൻ മെഷർ ആൻ ആംഗിൾ യൂസിങ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന കോണിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. കോൺമാപിനി അഥവാ പ്രൊട്രാക്ടർ എങ്ങനെയാണ് ഒരു കോണിനെ തന്നിരിക്കുന്ന ഒരു കോണിന്, ഇത് ഏത് തരത്തിലുള്ള കോണാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ചിത്രം തന്നാൽ ഏത് തരത്തിലുള്ള കോണാണ്, എന്താണ് ഇതിന്റെ പേര് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ആംഗിൾ? ദിസ് വൺ ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. കാണുമ്പോൾ തന്നെ നല്ല മിടുക്കോട് കൂടി നമുക്ക് എഴുതിയിട്ടെന്ന് പറയാൻ പറ്റും. എന്ത്? ടീച്ചർ, ദിസ് വൺ ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇറ്റ്സ് മെഷർ ഈസ് മോർ ദാൻ 90 ഡിഗ്രി. ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു, ഈ രണ്ട് വരകൾ തമ്മില് നല്ല അകലുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ മെഷർ 90-നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഇത് ബൃഹത് കോണാണ് അഥവാ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പൊ ഈ കോണിന്റെ പേര് ഞാൻ ജസ്റ്റ് എഴുതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കോണിന്റെ പേര് എഴുതുമ്പോ അതിന്റെ സിമ്പൽ എന്താണ് യൂസ് ചെയ്യുക. ഈ കോണിന്റെ പേര് എങ്ങനെയൊക്കെ പറയാം? കോൺ ABC അഥവാ കോൺ എങ്ങനെ പറയാം? ഇവിടുന്ന് ഇങ്ങോട്ടും പറയാൻ പറ്റും. ഒരു കാര്യം നിർബന്ധമുള്ളൂ കോണിന്റെ പേര് പറയുമ്പോ. എന്ത്? രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന പോയിന്റില് നമ്മൾ ഏത് അക്ഷരമാണോ കൊടുത്തിരിക്കുന്നത്, കോണിന്റെ പേര് പറയുമ്പോ ആ അക്ഷരം മിഡില് വരണം, നടുവിൽ വരണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അത് ഇങ്ങനെയും പേര് പറയാം അഥവാ ഇങ്ങനെയും നമുക്ക് പേര് പറയാൻ സാധിക്കും അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയാണ്? CBA. രണ്ട് രീതിയിൽ കോണിന്റെ പേര് പറയാൻ സാധിക്കുന്നതൊക്കെ അറിയാവുന്നതാട്ടാ. ഇതൊക്കെ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മള് ഒന്നും കൂടെ ഒന്ന് അറിവ് പുതുക്കുക, പഴയ അറിവുകളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ആംഗിൾ. ഈ ആംഗിളിന്റെ മെഷറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എന്തുപയോഗിച്ച്? യൂസിങ് പ്രൊട്രാക്ടർ. അപ്പൊ പ്രൊട്രാക്ടർ നമ്മൾ പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഒന്നും കൂടെ ഞാനത് പറയുന്നുണ്ട്. പ്രൊട്രാക്ടർ അതിന്റെ ഷേപ്പ് ഇതായിട്ട് ഇങ്ങനെ നിങ്ങളിത് എടുക്കുമ്പോൾ ആ പ്രൊട്രാക്ടർ കയ്യിൽ എടുക്കണം, എന്നാലേ നമുക്കിത് പരിചയപ്പെടാൻ പറ്റുള്ളൂ. പ്രൊട്രാക്ടറില് 2 സ്കെയിൽ ഉണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ കാണാം. ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയിലും ഉണ്ട്, അത് താഴത്താണ്. ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയിലും ഉണ്ട് പ്രൊട്രാക്ടറിൽ അല്ലെ? റൈറ്റിന്നും ലെഫ്റ്റിന്നും അതെ 0 തുടങ്ങുന്ന 2 സ്കെയിലാണ് ഈ കോൺമാപിനി അഥവാ പ്രൊട്രാക്ടറിൽ ഉള്ളത്. ആ 2 സ്കെയിലും നമുക്ക് ആവശ്യമുണ്ടാവും. അത് ഏതൊക്കെ അവസരങ്ങളിലാണ് എന്നുള്ളതാണ് ടീച്ചർ ഇപ്പൊ പറയാൻ പോണേ. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടുന്ന് 0 തുടങ്ങുന്ന സ്കെയിലും ഇവിടുന്ന് 0 തുടങ്ങുന്ന സ്കെയിലും ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അതില് അല്ലേ?
ദാ ഈ പ്രൊട്രാക്ടറിൽ രണ്ട് സ്കെയിൽ ഉണ്ട്, താഴെ നിന്നും ഉണ്ട് മുകളിൽ നിന്നും ഉണ്ട്. നമ്മളുടെ പ്രൊട്രാക്ടറിന്റെ മധ്യബിന്ദു അഥവാ സെന്റർ അത് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ളതാണ്. എന്താണ്? പ്രൊട്രാക്ടറിന്റെ ഈ സെന്റർ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ആംഗിളിന്റെ രണ്ട് വരയും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റില് കറക്റ്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് വെക്കണം, ചേർത്ത് വെക്കണം. നമ്മളുടെ പ്രൊട്രാക്ടറിന്റെ സെന്റർ നമ്മൾ അളക്കാൻ പോകുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പോകുന്ന ആംഗിളിന്റെ സെന്ററിൽ ചേർത്ത് പിടിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞു, എന്ത്? നമ്മുടെ വര ഇങ്ങോട്ടാണ് നീണ്ടു കിടക്കുന്നത് ആണല്ലോ. പ്രൊട്രാക്ടറിനും ഇങ്ങോട്ടും ഇങ്ങോട്ടും വരെ നീണ്ടു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? അടുത്ത് കാണിച്ചാൽ നമുക്ക് സാധിക്കും. ഈ അടിയിൽ ഒരു വരയുണ്ട്, നിങ്ങൾ എടുക്കണം. ഈ അടിയിൽ ഒരു വര കാണുന്നുണ്ടാവും. റൈറ്റ് സൈഡിലേക്കും നീണ്ടു പോകുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലേക്കും നീണ്ടു പോകുന്നുണ്ട്. രണ്ട് സ്കെയിൽ എടുത്താലും 180 ഡിഗ്രിയാണ് നമുക്ക് പ്രൊട്രാക്ടറിൽ അളവ് കിട്ടുന്നത് അല്ലേ? ഒന്ന് നോക്കി നോക്കൂ. നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ കയ്യിൽ പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി ഉണ്ടാവും. അപ്പൊ താഴത്തെ സ്കെയിൽ 0 നിന്ന് തുടങ്ങാൻ ഈ അറ്റത്ത് 180 ആണ് കാണുന്നത്. മുകളിലത്തെ സ്കെയിൽ ഇവിടുന്നാണ് 0 തുടങ്ങുന്നത്, പക്ഷെ എൻഡ് ചെയ്യുമ്പോൾ അതും 180 ഡിഗ്രിയിലാണ് അവസാനിക്കുന്നത് ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രൊട്രാക്ടറിന്റെ സെന്റർ നമ്മൾ വരച്ച ആംഗിളിന്റെ ശീർഷത്തിൽ വെച്ചു. ഒപ്പം തന്നെ പ്രൊട്രാക്ടറിന്റെ ഇങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ഈ ലൈൻ, ആ ലൈൻ നമ്മൾക്ക് അളക്കാൻ പോകുന്ന ആംഗിളിന്റെ അല്ലെങ്കിൽ കോണിന്റെ ഈ താഴത്തെ വരയോട് ചേർത്ത് പിടിക്കണം, കോയിൻസൈഡ് ചെയ്ത് തന്നെ പിടിക്കണം. നമ്മള് ഈ മധ്യബിന്ദു ഇതിനോട് ചേർത്ത് വെച്ച് ഇങ്ങോട്ടുള്ള വര നമ്മൾ വരച്ച കോണിന്റെ ഈ വരയോട് ചേർത്ത് പിടിക്കുക. ഓക്കെ, അങ്ങനെ പിടിച്ചു നോക്കിയോ? അപ്പൊ അത് ചെയ്യുമ്പോ കൈയോടെ ഞാൻ ഈ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ബുക്കിൽ ഇതുപോലെ വരച്ചിട്ടൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാ അളക്കുക? രണ്ട് സ്കെയിൽ ഉണ്ടല്ലോ ടീച്ചറെ, ഇതിൽ ഏതാ അളക്കേണ്ടത്? അതാണ് നമ്മൾ പറയാൻ പോണേ. നോക്കൂ, നമ്മുടെ കോണിന്റെ അല്ലെങ്കിൽ ആംഗിളിന്റെ ലൈൻ ഏത് ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കണേ എന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഈ വച്ചേക്കുന്നത് ഈ വരയില്ല, ആ വര ഏത് ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കുന്നത്? ആ നീണ്ടു കിടക്കുന്നത് ഏത് ഭാഗത്തേക്കാണോ അവിടെ നിന്ന് 0 തുടങ്ങുന്ന സ്കെയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഈ വര എന്റെ ഈ റൈറ്റ് സൈഡിലോട്ടാണ് നീണ്ടു കിടക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോൺമാപിനി അഥവാ പ്രൊട്രാക്ടറില് റൈറ്റ് സൈഡില് 0 തുടങ്ങുന്ന സ്കെയില്, റൈറ്റ് സൈഡില് 0 തുടങ്ങുന്ന സ്കെയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ വര ഏത് ഭാഗത്തേക്കാണോ കിടക്കുന്നത് ആ ഭാഗത്ത് 0 തുടങ്ങുന്ന സ്കെയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ താഴത്തെ സ്കെയിലായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. അപ്പൊ ഈ ഭാഗത്തേക്കാണെങ്കിൽ താഴത്തെ സ്കെയിൽ ഞാൻ ഇങ്ങനെ എടുത്തു, ഇതുപോലെ വെച്ച് ഈ ഭാഗത്തേക്ക് ലൈൻ നീണ്ടു കിടക്കുന്നു. അപ്പൊ ഈ ഭാഗത്ത് 0 തുടങ്ങുന്നത് ഏതാ സ്കെയിലെന്ന് ഞാൻ നോക്കി, എന്റെ പ്രൊട്രാക്ടറിൽ നോക്കിയപ്പോ താഴത്തെ സ്കെയിലാണ് 0 ഈ സൈഡിൽ നിന്ന് തുടങ്ങണേ. ഈ സൈഡിൽ നിന്ന് തുടങ്ങുന്നത് 0 ഏതാണ് നോക്കിയപ്പോൾ താഴത്തെ സ്കെയിലാണ് എനിക്ക് 0 തുടങ്ങുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ 0 തുടങ്ങുന്നത് നോക്കി 0, 10, 20, 30, 40, 50 അങ്ങനെ നമ്പറുകൾ നീണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് നോക്കേണ്ടത് ഈ കോണിന്റെ അളവ് കാണാനായിട്ട് നോക്കേണ്ടത് എന്താ അറിയോ? ഈ വര, രണ്ടാമത്തെ വര ഉണ്ടല്ലോ, രണ്ട് വരകൾ കൂടി ചേരുമ്പോഴാണല്ലോ കോൺ ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ വരയിലാണ് നമ്മൾ ഈ കോൺമാപിനി അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ചേർത്ത് വെച്ചേക്കുന്നത്. രണ്ടാമത്തെ വര, ഈ വര ഏത് നമ്പറിന്റെ നേരെയാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. അപ്പൊ നമ്മൾ കോൺമാപിനി വെക്കുമ്പോ ഏത് നമ്പറിന്റെ നേരെയാണ് നിൽക്കുന്നത് നോക്കിയപ്പോ ഇവിടെ എനിക്ക് കിട്ടിയത് 100 ഡിഗ്രി. 100 എന്നുള്ള നമ്പറിന്റെ നേരെയാണ് ഈ വര നിന്നത് എന്റെ കോൺമാപിനി. അപ്പൊ ഇതിന്റെ അളവ് ആ നമ്പർ എത്രയാണോ അതായിരിക്കും എന്റെ കോണിന്റെ അളവ്. അപ്പൊ ഞാൻ ഇതുപോലെ 100 ഡിഗ്രി. അപ്പൊ കോൺമാപിനി വെക്കണത് എങ്ങനെയാണെന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഏത് അളവാണ്, രണ്ട് സ്കെയിൽ ഉണ്ട്, അതിൽ ഏത് സ്കെയിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കൂട്ട. നമ്മുടെ കോൺമാപിനി ഇതേപോലെയാണെങ്കിൽ ഇതുപോലെ 10, 20 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ വരകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കാണുന്നുണ്ടാവും ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോൺമാപിനിയുടെ സെന്റർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനും താഴത്തെ ലൈനും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ പ്രൊട്രാക്ടർ കോൺമാപിനി കയ്യിൽ പിടിച്ചാൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? ആ സെന്റർ എന്ത് ചെയ്യണം?
നമ്മൾക്ക് അളക്കാൻ ഏത് കോണാണോ അളക്കാൻ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ശീർഷത്തില് ചേർത്ത് പിടിക്കണം. ഈ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കിട്ടി. ഈ കോണിലാണെങ്കിൽ ബി എന്നുള്ള പോയിന്റ്, ആ പോയിന്റില് നമ്മുടെ കോൺ നാഭിനി അഥവാ പ്രൊട്രാക്ടറിന്റെ സെന്റർ പോയിന്റ് ഇതിലോട്ട് ചേർത്ത് പിടിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആംഗിളിന്റെ അല്ലെങ്കിൽ കോണിന്റെ വര വലതുവശത്തേക്കാണ് നീണ്ടു നിൽക്കുന്നത്. അതുകൊണ്ട് കോൺ നാഭിനിയുടെ വലതുവശത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ വര നമ്മൾ ഈ വരയോട് ചേർത്ത് കോയിൻസൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പിടിക്കണം. എന്നാലേ കറക്റ്റ് മെഷർമെന്റ് വെക്കുള്ളൂ. അല്ലാതെ ഇതാ ഇങ്ങനെ ചെരിച്ചു വെച്ചു അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെരിച്ചു വെച്ചാലൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് കിട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിനോട് ചേർത്ത് കോയിൻസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കോൺ നാഭിനിയുടെ ഈ വര ചേർത്ത് പിടിക്കേണ്ടത്. പിന്നെ സംശയം വരുന്നത് ഏത് സ്കെയിലാണ് എടുക്കുക. അതിനാണ് ഞാൻ ഒരു സൂത്രം പറഞ്ഞു തന്നത്. എന്ത്, നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏത് വരയോടാണ് കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വര ഏത് ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. ഈ വശത്തേക്കല്ല എന്റെ വര നിൽക്കുന്നത്, അതെയോ ഈ ഭാഗത്തേക്കാണ് നീണ്ടു നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഭാഗത്തേക്ക് നീണ്ടു നിൽക്കുമ്പോ ആ ഭാഗത്ത് 0 തുടങ്ങുന്ന സ്കെയില്, കോൺ നാഭിനിയില് ലെഫ്റ്റിലും റൈറ്റിലും 0 തുടങ്ങുന്ന സ്കെയിൽ ഉണ്ട്. രണ്ടു ഭാഗത്തും 180 ഡിഗ്രി വരെ ഇനി ഉണ്ടാവുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് നീണ്ടു നിൽക്കുന്ന സ്കെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊട്രാക്ടറിലെ താഴത്തെ സ്കെയിൽ ആയിരിക്കും അല്ലെ. അവ എല്ലാവരുടെ അതുപോലെ തന്നെ താഴത്തെ സ്കെയില് ഇവിടുന്ന് 0 തുടങ്ങുന്ന സ്കെയിൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. താഴത്തെ സ്കെയിലാവും. അപ്പൊ ആ 0 തുടങ്ങുന്ന സ്കെയിൽ, താഴത്തെ സ്കെയിൽ മാത്രമേ നോക്കാൻ പാടുള്ളൂ കേട്ടാ. മുകളിലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണും അല്ലെ. അപ്പൊ താഴത്തെ സ്കെയില് 0, 10, 20 ആ നമ്പറുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? പറയൂ, എന്താ ചെയ്യാ? അപ്പൊ ഈ വര, രണ്ടാമത്തെ വര ഈ പ്രൊട്രാക്ടറിൽ അഥവാ കോൺ നാഭിനിയില് ഏത് നമ്പറിന്റെ നേരെയാണ് നിൽക്കുന്നത് എന്ന് നോക്കണം. നമ്മള് സ്കെയിലിൽ പറയുന്ന പോലെ ഇതിന്റെ ഇടയിലും ചെറിയ നമ്പറുകളൊക്കെ ഉണ്ട്. അത് സ്കെയിലിലെ പോലെ തന്നെ 90 കഴിഞ്ഞാൽ ആദ്യത്തെ ചെറിയ വര 91, 92 അതൊക്കെ അറിയാലോ. സ്കെയിൽ നമ്മള് സെന്റിമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് ലൈൻ വരയ്ക്കാറുള്ളതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇതിലും, വ്യത്യാസമൊന്നുമില്ല. അപ്പോ ഈ വര ഏത് നമ്പറിന്റെ നേരെയാണോ നിൽക്കുന്നത് ആ നമ്പർ അതായിരിക്കും ആ കോണിന്റെ അളവ് അഥവാ മെഷർ. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ് അളക്കുക എന്നുള്ളത് ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് കോണുകള് അളക്കാൻ, തന്നിരിക്കുന്ന കോണുകള് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളക്കുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുപോലത്തെ കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം അല്ലെ. കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് അളക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ വേറെ ഒന്ന് നോക്കിയാലോ, ചെയ്യുന്നതിന് മുമ്പ് ചിലർക്ക് സംശയം വന്നതാണ്, എങ്ങനെയാ ചെയ്യാ ടീച്ചറെ? ഈ ഭാഗത്തേക്കാ തിരിഞ്ഞു നിൽക്കണേ കോൺ. ടീച്ചർ ഇപ്പൊ ആദ്യത്തെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാ കാണിച്ചു തന്നെ. ഈ ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് കോൺ അളക്കാനായിട്ട് സാധിക്കുക? അതൊരു സംശയം വരിക അല്ലേ. അതും സംശയം വരാം, എങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞെന്നാ എങ്ങനെ അളക്കുക ടീച്ചറെ? ആ ഭാഗത്തേക്ക് അയാളല്ലേ അളക്കാൻ പറ്റുള്ളൂ? അതൊന്നുമില്ല. ഏത് രീതിയിൽ ചെരിഞ്ഞും മറഞ്ഞും ഒക്കെ കിടന്നോട്ടെ കോൺ നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാ വെക്കുക? അപ്പോ നമ്മുടെ കോൺ നാഭിനിയുടെ സെന്റർ പോയിന്റ് ഈ കോണിന്റെ പേരെന്താ പറയാ? കോൺ എന്നുള്ളത് ഇങ്ങനെ പറയും. കോണിന്റെ പേര് ഒന്നില്ലെങ്കിൽ BAC, എ എന്നുള്ളത് നടുവിൽ തന്നെ എഴുതാൻ പാടുള്ളൂ. BAC അഥവാ വേറൊരു പേര് കൂടി പറയുള്ളൂ, എന്ത്? CAB, കോൺ CAB. ഇങ്ങനെ രണ്ടെണ്ണല്ലേ നമ്മൾ പറയാ. ഇങ്ങനെ രണ്ട് രീതിയിൽ കോണിന്റെ പേര് പറയാനായിട്ട് സാധിക്കും. അപ്പോ ഇതെങ്ങനെ അളക്കാന്നുള്ളതാ പറയാനായിട്ട് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കോണിന്റെ സെന്റർ പോയിന്റ്, കോണിന്റെ ബിന്ദു ശീർഷത്തിലേക്ക് പ്രൊട്രാക്ടറിന്റെ സെന്റർ പോയിന്റ് നമ്മൾ ചേർത്ത് പിടിച്ചു. ഓക്കെ, ഒപ്പത്തിൽ ചെയ്യാം. നോക്കി നോക്കാം നമുക്ക്. നമ്മുടെ പ്രൊട്രാക്ടറിന്റെ വര ഏത് ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കണേ? ലെഫ്റ്റിലോട്ടാ, ഇടത് ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കണേ. അപ്പൊ നമ്മുടെ കോൺ നാഭിനിയിലെ ആ വര, അതായത് കോൺ നാഭിനി ഇതാ ഇങ്ങനെ കൂട്ടിയിട്ട് ഈ വര, ഇങ്ങോട്ടുള്ള വരയല്ല നമ്മൾ നോക്കേണ്ടത്. കാരണം എന്താ? ഈ കോണിന്റെ ഇടതു ഭാഗത്തേക്ക് ആ വര നീണ്ടു കിടക്കണം. അപ്പൊ ഈ വര ഇടതു ഭാഗത്തേക്കുള്ള കോൺ നാഭിനിയുടെ വരയാണ്, അല്ലെങ്കിൽ പ്രൊട്രാക്ടറിന്റെ വരയാണ് നമ്മൾ ഈ വരയോട്, താഴത്തെ വരയോട് ചേർത്ത് പിടിക്കേണ്ടത്. എന്നിട്ട് ഈ വരയോട് കോൺ നാഭിനിയുടെ ആ ലൈൻ ചേർത്ത്, ഈ ലൈൻ, ഇവിടുത്തെ ഈ ലൈനില്ലേ
അപ്പുറത്തും ഇപ്പുറത്തും ലൈൻ നീണ്ടു കിടക്കുന്നുണ്ട്. നമ്മുടെ ഏത് ഭാഗത്തേക്കാണോ കോണിന്റെ വര നീണ്ടു കിടക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കോൺമാപിനി അഥവാ പ്രൊട്രാക്ടറിന്റെ വര കോയിൻസൈഡ് ചെയ്ത് വെക്കേണ്ടത്, ചേർത്ത് പിടിക്കേണ്ടത്. സോ ഇതിനോട് ചേർത്ത് പിടിച്ചു നമ്മുടെ കോൺമാപിനിയുടെ മധ്യബിന്ദു. ഇതിനോട് ചേർത്ത് നമ്മുടെ കോണിന്റെ ശീർഷത്തിനോട് ചേർത്ത് ഈ വര കോൺമാപിനിയുടെ ഇടതുഭാഗത്തുള്ള വരയോട് കോയിൻസൈഡ് ചെയ്ത് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഏത് സ്കെയിലാണ് എടുക്കേണ്ടതെന്നുള്ളത് പറയുന്നു. നമ്മൾ നോക്കി, ഞാൻ വച്ചിരിക്കുന്ന വര ഏത് ഭാഗത്തേക്കാണ് നീണ്ടു കിടക്കുന്നത്? ഇടതു ഭാഗത്തേക്ക്. അപ്പൊ ഈ ഭാഗത്തേക്ക് ഇവിടെ നിന്ന്, അതായത് ഈ സൈഡ് കോൺമാപിനിയുടെ ഈ ഭാഗത്ത് 0 തുടങ്ങുന്ന സ്കെയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ ഭാഗത്ത് 0 തുടങ്ങുന്ന സ്കെയിൽ എന്ന് പറയുമ്പോ നിങ്ങളുടെ കോൺമാപിനിയിലെ മുകളിലത്തെ സ്കെയിലായിരിക്കും വരിക അല്ലെ? എല്ലാവരുടെയും അങ്ങനെയല്ലേ വരണേ? മുകളിലത്തെ സ്കെയിൽ ഇതുപോലെ നോക്കി ഞാൻ ഇങ്ങനെ വെച്ച് മുകളിലത്തെ സ്കെയിൽ നോക്കിയപ്പോ 0, 10, 20, 30, 32. എനിക്ക് 32 ആണ് ഇതിന്റെ മെഷർമെന്റ് കിട്ടിയത്. അപ്പൊ ഇതേ രീതിയിലാണ് നിങ്ങൾ ഇതുപോലത്തെ പല ചിത്രങ്ങളും വരച്ചു നോക്കി ഈ കോൺമാപിനി ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ അളന്ന് നോക്കി നോക്കുക. അത് ഒരുപാട് കോൺ വരച്ച് ശീലിക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നത്. ഇതിപ്പോ 1, 2 കണക്കങ്ങ് പറഞ്ഞു തന്നാൽ അത് മുഴുവനായിട്ട് പിടികിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേപോലെ സ്വയം കുറെ കോണുകൾ വരച്ചു നോക്കുക, റഫ് ബുക്കിലൊക്കെ ആയിട്ട്. ആ റഫ് ബുക്കിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലോ വരച്ച് ഇതേപോലെ കോൺമാപിനി ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ വെച്ച് കോണിന്റെ അളവ് കണ്ടെത്തുക. മനസ്സിലായോ? അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ സ്കെയിൽ എടുക്കേണ്ടത് ഏതാണെന്നുള്ളതാണ് ചെറിയൊരു സംശയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ ഏത് ഭാഗത്തേക്കാണോ വര നീണ്ടു കിടക്കുന്നത് ആ ഭാഗത്ത് 0 തുടങ്ങുന്ന സ്കെയിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ കുറച്ച് വാക്കുകൾ ഞാൻ തരാൻ പോവുകയാണ് ഈ ക്ലാസ്സിലും. ചിത്രം തന്നാൽ എങ്ങനെയാണ് കോൺമാപിനി ഉപയോഗിച്ചിട്ട് അളവുകൾ കണ്ടെത്തുന്നത്? measure all angles below എഴുതിയെടുക്കുക കേട്ടോ ചോദ്യം. all angles below and write names and size. Write names and size. Names and size in degrees. Names and size in degrees below each. Measure all angles below and write names and size in degrees below each. താഴെ തന്നിരിക്കുന്ന കോണുകളുടെ അളവുകൾ കണ്ടെത്തി അവയുടെ പേരെഴുതുക. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലെ കോണുകളുടെ അളവുകൾ കണ്ടെത്തി അവയുടെ പേര് എഴുതുക. ചോദ്യം എഴുതിയിട്ടുണ്ടാവല്ലോ അല്ലേ? ഓക്കെ, മാച്ചോട്ടെ. ഞാൻ താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലെ കോണുകളുടെ അളവുകൾ കണ്ടെത്തി അവയുടെ പേരെഴുതുക. അതില് ആദ്യത്തെ ചിത്രം കോണിന്റെ പേരടക്കം തന്നിരിക്കുകയാണ്. ABC. ഇതുപോലെ ഒരു കോൺ വരയ്ക്കുക. ഏകദേശം ഈ ഷേപ്പ് വരുന്ന കോൺ. കറക്റ്റ് മെഷറൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇതുപോലെ ചിത്രം തന്നിരിക്കുകയാണ്. കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇതുപോലെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രമാണ് നമ്മൾ ഏകദേശം വരച്ചിരുന്നത്. അപ്പൊ ആ ചിത്രത്തിലെ അതേ അളവ് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഏകദേശം ഈ ഷേപ്പ് വരുന്ന ചിത്രം വരയ്ക്കുക. അതുപോലെ ബി. PQ. കോണിന്റെ പേരും എഴുതിയിട്ട് വേണം കേട്ടോ ഇതിന്റെ മെഷർ എഴുതാനായിട്ട്. ഇത്
നമ്മൾ കോൺമാപിനി അഥവാ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എഴുതണമെങ്കിൽ ഇതിന്റെ അടിയിൽ എങ്ങനെ എഴുതണം ഉത്തരം ആംഗിൾ എ ബി സി ഈക്വൽ ടു. അപ്പൊ കോണിന്റെ മെഷർ എത്രയാണ് ഇവിടെയും എഴുതണം, എടുത്തെഴുതുകയും വേണം. ഇതിന് തന്നെ സി ബി എ എന്നും പറയാട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇതും ആംഗിൾ പി ക്യു ആർ എന്ന് എടുത്തെഴുതണം. ഒപ്പം ഇവിടെയും അതിന്റെ മെഷർ എഴുതണം. ഓക്കെ, സി മാച്ചോടെ ഇത് എഴുതിയെടുത്തോ, വേഗം എഴുതിയെടുക്കും. ഓക്കെ, അടുത്തത് രണ്ടെണ്ണം കൂടി തരികയാണ്, അത് ചെയ്ത് നോക്കണം. സി എൽ എം എൻ ഈ കോണിന്റെ അളവ് ഏകദേശം ഈ ഷേപ്പിൽ വരച്ചിട്ട് അത് കണ്ടെത്തുക. ഇങ്ങനൊരു ഷേപ്പ്. ജെ കെ എൻ അഞ്ചെണ്ണാണ് ഞാൻ തരുന്നത് കേട്ടോ. ബി ഒ വൈ ബി ഒ വൈ ഇങ്ങനെ 5 കോണുകളുടെ ഏകദേശം ഈ ഷേപ്പിൽ നിങ്ങൾ നോട്ടിലേക്ക് വരച്ച് പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി ഉപയോഗിച്ച് എല്ലാത്തിന്റെയും മെഷർ എഴുതണം ചിത്രത്തില്. ഒപ്പം ആ കോണിന്റെ പേരെഴുതി അടിയിലും എടുത്തെഴുതണം എന്താ മെഷർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിൽ നന്നായിട്ട് തരുന്ന കണക്കുകൾ അതേപടി നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.